നിലമ്പൂരിൽ നിന്നും ഒട്ടും അകലെ മാറാതെ ഒരു ഗ്രാമീണ സൗന്ദര്യം കാണാനാണ് അടുത്ത മാപ്പിംഗ് ലക്ഷ്യമിടുന്നത്. പുള്ളിപ്പാടം ഒലിമല. മമ്പാട് നിന്നും പുഴ മുറിച്ചു കടന്നെത്തുന്ന ഒരു ചെറിയ ഗ്രാമം. എക്സ്പെഡിഷനുകളിൽ എപ്പോഴും ഡെസ്റ്റിനേഷൻ പോയിന്റുകൾക്ക് മുമ്പേ തീരുമാനിക്കേണ്ടത് ക്ലൈമറ്റാണ്. പലർക്കും താല്പര്യം പലതരം കാലാവസ്ഥകൾ തന്നെയാണ്. മൺസൂൺ, സമ്മർ കാലയളവിലാണ് ഒട്ടുമിക്ക അഡ്വഞ്ചർ എക്സ്പെഡിഷനുകളും നടക്കുക. ഓൾവേസ് സമ്മർ ഈസ് ബെറ്റർ ഫോർ റോഡ് എക്സ്പെഡിഷൻ അഡ്വഞ്ചർ. ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെള്ളം കിട്ടുന്ന ഒരു നല്ല പോയിന്റ് കിട്ടിയാൽ വിശപ്പിന്റെ വിളി തെല്ലൊന്ന് കുറയ്ക്കാം. അവസാനം ഒലിമലയോട് ചേർന്ന് ഒരു ചെറിയ അരുവി തരപ്പെട്ടു. ഷാനിയുടെ വിഭവങ്ങൾ എന്നും വ്യത്യസ്തമായിരിക്കും. സ്വയം കണ്ടെത്തിയ റെസിപ്പികളും പുതിയ സീക്രട്ട് ഇൻഗ്രീഡിയൻസും വേണ്ടിയുള്ള കൗതുകം നിറഞ്ഞ അന്വേഷണം കൂടിയാണ് 4x4ൽ ഷാനിയുടെ പ്രധാന ലക്ഷ്യം. ആദിവാസി ഊരുകളിലും ഉൾക്കാടുകളിലും കിട്ടുന്ന ചില നാടൻ പൊടിക്കൈകൾ വെച്ച് ഒരു ഇന്റർനാഷണൽ വിഭവം തന്നെയാണ് പുള്ളിയുടെ പദ്ധതി. ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതും മഴ. ഒരുപാട് തവണ പെയ്തും തോർന്നും വിഷമിപ്പിച്ചു. പക്ഷേ ഫുഡ് ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു ഷാനി. ചിക്കൻ ഗാർലിക് സോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ഗാർലിക് സോസ് കേട്ടിട്ടുണ്ടോ? ചിക്കൻ ഗാർലിക് സോസ് സാധാ ചിക്കൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളതിന് ഒരു പ്രത്യേക രൂപത്തിൽ കട്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഒന്ന് ബോൺലെസ് ചെയ്യണം, പിന്നെ അതിക്ക് കോൺഫ്ലവറും മൈദയും കൂട്ടും, എന്നിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ബാക്കി ആഡ് ചെയ്യും. നമ്മൾ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്തിടും, ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടും ഓണിയൻ കട്ട് ചെയ്തിട്ടും ഒക്കെ മൊത്തം സോട്ട് ചെയ്യാം. അതിൻ്റെ പ്യൂരി എടുക്കുക, ചിക്കൻ്റെ പ്യൂരി എടുക്കാം. പിന്നെ അതൊക്കെ ഈ പറഞ്ഞു ബോൺലെസ് ആണ് ചെയ്യുക. സാധാരണ ചൈനീസിൽ ബോൺ ഉണ്ടാവില്ല അധികം, ചിക്കനൊക്കെ ബോൺലെസ് ചെയ്തിട്ട് വരും. നമ്മുടെ ഗാർലിക് ചിക്കൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം അല്ലേ? ഗ്രേവി ഉണ്ടാകും. ഇത് കളഞ്ഞിട്ട് ശേഷം ബാക്കി റിമൂവ് ചെയ്യാണ് ഇതിലേക്ക്. മുളകായി, ക്യാപ്സിക്കായി. മുളകും ക്യാപ്സിക്കും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിത് കറി ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഫീൽ ചെയ്യും. ഗ്രേവി. അതെ, കറി ഡിഷ് എന്ന് പറഞ്ഞാൽ ഗ്രേവി, ഇതിലേക്കുള്ള ഗ്രേവിയാണ്. ഗാർലിക് മെയിൻ ഡിഷിലേക്ക് ആഡ് ചെയ്യാനുള്ള. ശരിക്കും ഈ ഗാർലിക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഫ്രൈ ചെയ്തു. ഇപ്പം അതിനുള്ള ഗ്രേവി തിക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യും. സാധാരണ ചൈനക്കാർ യൂസ് ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ നമ്മളിതിൽ ചൈനീസ് റെസിപ്പി അവരുടെ മസാലക്കൂട്ടുകളല്ല യൂസ് ചെയ്യേണ്ടത്. അതെ, നമ്മളിവിടെ അത് തന്നെയാണ് യൂസ് ചെയ്യണത്. പക്ഷേ നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നത്. അവർ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. ബട്ടർ യൂസ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ കേരളത്തിലിപ്പോൾ കോക്കനട്ടാണ് നമുക്ക് വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അതൊരു മലയാളി ഡിഷ് തന്നെയായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യും. നമ്മൾ ഓണിയൻ നമുക്ക് ചോപ്പ് ചെയ്യാം.
സാധാരണ ചോപ്പ് ചെയ്യണത് ഫൈൻ ചോപ്പാണെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ചൊരു വലുതാക്കിയിട്ടാണ് അത് ചോപ്പ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞൊരു സങ്കര ഇനം ഡിഷാണ്. ചൈനയിൽ നമ്മൾ മലബാറിലേക്ക് കൊണ്ടുവരുന്ന എന്ത് ചിക്കനായിരുന്നു? ഗാർലിക് ചിക്കൻ. ഗാർലിക് ചിക്കൻ. നമുക്കിവിടെ നല്ലൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രകൃതിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ള വെള്ളം കിട്ടും. മലിനജലമൊന്നുമല്ല, നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം കിട്ടും. അപ്പോൾ കഴുകാനൊക്കെ വളരെയധികം എളുപ്പം. ജസ്റ്റ് ശരിയാണ്. നമ്മൾ ഏകദേശം ട്രക്ക് നടത്തി ഒരുപാട് കംപ്ലീറ്റ് കയറാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് വളരെ മോശമായിട്ടാണ് നമ്മൾ താഴ്ന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്. തീ കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മുടെ വിഭവം ശരിയാക്കണം. ഫുഡ് വെച്ചിട്ട് വേണം നമുക്ക് ഈ മല ഏകദേശം കവർ ചെയ്തിട്ട് അപ്പുറത്ത് ലാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പം ഗ്രേവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഷാനി ഒരുപാട് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വെറുതെ കൈവച്ചിട്ട് ഒരു ഫുഡ് നാശാക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്ത് മഴയായതിനാൽ വിറകൊന്നും കത്തുന്നില്ല. നനഞ്ഞിട്ട് തീയൊന്നും അങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വിറക് കൊണ്ടുവരാൻ പോയിട്ടാണ്. അവർ വിറക് കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കും. വന്നതിന് ശേഷം നല്ലൊരു മഴയില്ലാത്തൊരു സമയം നോക്കി നമ്മൾ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യും. ഫുഡ് കഴിക്കണം. അതിനുശേഷം ക്ലീൻ ചെയ്യണം. എന്നിട്ട് കാരണം ഫോറസ്റ്റ് ഏരിയാസാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അഥവാ നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് റിട്ടേൺ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ശൈലി. സോ കട്ടിങ് ശേഷം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇപ്പം തന്നെ റെഡിയാവും. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയാസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസും റെസിപ്പീസും ഫുഡുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ചൈനീസ് ഡിഷിൽ അങ്ങനെ വെച്ചാൽ ക്രിസ്പി ടൈപ്സ് കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്കാണെങ്കിൽ ഒരുപാട് എരിവ് വേണം, പുളി, ഉപ്പ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചൈനീസ് ഡിഷിൽ പൊതുവെ സ്പൈസി ഒഴിവാക്കിയിട്ട് അവർ മസാലക്കൂട്ടുകൾ വളരെ കുറവാണ് ചില ഡിഷുകളിൽ. കാരണം എരിവ് അവർ വളരെ കുറക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 മുളകിൻ്റെ ആവശ്യമുള്ളൂ. ഗ്രേവിക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൈസി ആക്കുന്ന കുറച്ച് മുമ്പായിട്ട് നമുക്കിത് സോട്ട് ചെയ്യണം, വാട്ടിയെടുക്കണം. ഈ വെജിറ്റബിൾസ് നമ്മൾ നേരെ ചട്ടിലേക്ക് ഇടണം. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ചിക്കനോടെ മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചൈനീസ് മലബാറി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. വിറക് കൊണ്ടുവരുമ്പോൾ ഒരാളെ കാണുന്നില്ല. ഏതായാലും അവിടെ നമ്മുടെ വിഭവം റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഏകദേശം അനുകൂലമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്കുള്ള ഐറ്റംസ് ഷാനിയോട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഏകദേശം സാധനം റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഷാനെ റെഡി ആയില്ലേ? ഓക്കെ, റെഡി ആയിട്ടുണ്ട്. തീ കത്തിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയുണ്ട്. ഏകദേശം വിറക് കൊണ്ടുവരാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുഡ് റെഡിയാക്കും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ ഹോട്ടൽസിൽ നിന്നൊക്കെ മാറി നമ്മൾ പുറത്തൊരു ജംഗിളിൽ വെച്ചിട്ട് ഇതേപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുക. നമ്മൾ സാധാ ഡിഷല്ല, ഒന്നിട്ട് ഷാനി പറഞ്ഞ പോലെ ചൈനീസ് ഡിഷ് നമ്മൾ മലബാറിലേക്ക് മാറ്റിയിട്ട് കാര്യപ്പെട്ട സ്മെല്ലൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ ആ പച്ചക്കറിയുടെ മണം പോയിട്ട് ജിഞ്ചർ പേസ്റ്റ് ഇട്ടപ്പം എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഒരു പുതിയ മസാലക്കൂട്ട്. അതിനുശേഷം ജിഞ്ചർ ആഡ് ചെയ്തതിന് ശേഷം സാൾട്ടും പെപ്പർ പൗഡറും ആഡ് ചെയ്യണം. അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പൊരിച്ച് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ആ മസാലയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഹോട്ട്നെസ് നമുക്ക് ഇതിലേക്ക് കിട്ടുമായിരിക്കും. നല്ല പുക വന്നിട്ട് അടുപ്പിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നമ്മളാദ്യം ചിക്കൻ പൊരിച്ച് വെച്ചു. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തു. ആദ്യം ഒനിയൻ കട്ട് ചെയ്തു, പിന്നെ പച്ചമുളക്, ദെൻ ക്യാപ്സിക്ക ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്തു. ഒന്ന് വാടി വന്ന സമയത്ത് നമ്മൾ ഈ പച്ചക്കറിയുടെ ഈ ചെറിയൊരു മണവും കാര്യങ്ങൾ പോയി വന്നതിന് ശേഷം നമ്മളേക്ക് ലേശം എന്താ ഷാനി പിന്നെ ആഡ് ചെയ്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതുകൊണ്ട് മറന്നു പോകുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തു, പിന്നെ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്തു, പിന്നെ സോൾട്ട് ആൻഡ് യെസ് ജിഞ്ചർ ഗാർലിക് മിക്സ് ചെയ്ത സാധനം ഇട്ടിട്ടുള്ളത്. കാരണം നമുക്കിത് നമ്മളിങ്ങനെ ഒരു വൈൽഡ് ജേണി ആയതുകൊണ്ടാണ് രണ്ടും മിക്സ് ചെയ്ത പേസ്റ്റ് വാങ്ങിയത്. നിങ്ങൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന സമയത്ത് സെയിം ഇൻഗ്രീഡിയൻസ് വേറെ തന്നെ ഇട്ടാൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. നമുക്ക് വേണ്ട ലേശം ഒരു മെയിൻ ഡിഷിലേക്ക് നമുക്ക് വേണ്ടത് ഒരു തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് വെള്ളം മാത്രം ഒഴിച്ചാൽ പോരാ, അതിന് കൂടെ കോൺഫ്ലോർ മിക്സ് ചെയ്ത വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ചട്നി ടൈപ്പ് ആയിട്ടുണ്ട്, ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു പുളിപ്പും ചെറിയൊരു എരിവൊക്കെ ഉള്ള എന്തെന്ന് പറയാം ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പ് ആയിട്ട് വന്നിട്ട് ഇനി നമുക്ക് വേണം നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ആകെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അനുകൂലമായി വരുന്നു തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കും. ഒരുപാട് വൈൽഡ് ബ്യൂട്ടി ഉള്ള സ്ഥലം കൂടിയാണ് ഒലിമല എന്ന് പറയും. നിലമ്പൂരിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ബഫർ സോണാണ്, ഒരു സംരക്ഷിത മേഖലയാണ്, സാങ്ച്വറി ആയിട്ടില്ല. എങ്കിൽ കൂടി ഡീപ്പ് ഫോറസ്റ്റാണ്. കുറച്ച് കാലം മുമ്പ് വരെ മാവോയിസ്റ്റുകൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ അതിൻ്റെ ലീഗൽ പ്രൊസീജിയറൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളെ ക്യൂബിക് ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യൂബിക്കായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത ചിക്കന് നമ്മൾ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ചിലപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും. നമ്മൾ ഡിഷ് ചിക്കൻ ഗാർലിക് സോസ് ഇൻ മലബാർ സ്പൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡിഷിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അസഹ്യമായ സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. ഗാർലിക് ചിക്കൻ മലബാർ സ്പൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ സ്മെല്ലാണ് ഏകദേശം ഭയങ്കരമായിട്ട് വരുന്നുള്ളത്. നമുക്ക് ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗംഭീരം. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോണത് ഷാനിബിനാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയനുസരിച്ച് ചൂട് കുറവാണെങ്കിലും നമ്മൾ ആദ്യം പൊരിച്ചത് ചിക്കൻ ആയതുകൊണ്ട്, ഫ്രൈഡ് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഗ്രേവിയിൽ ആഡ് ചെയ്തപ്പോൾ ഭയങ്കര ചൂട് വരുന്നുണ്ട്, ഭയങ്കര ക്രിസ്പിയാണ്. ഇറ്റ്സ് ഓസം. മഴ കൊണ്ടും തണുത്തു വിറച്ചും പ്രതികൂല സാഹചര്യം വകവയ്ക്കാതെ ഷാനി തൻ്റെ ജോലി വൃത്തിയായി തീർത്തു. വിഭവം റെഡിയായിട്ടും ഞാനും റോബിനും വിറകന്വേഷണത്തിൽ തന്നെയായിരുന്നു. കലക്കിയിട്ടുണ്ട്. ഒലി പുള്ളിപ്പാടത്തെ ഈ ഗ്രാമീണതയ്ക്ക് മാത്രം അവകാശപ്പെട്ട ശാലീന സൗന്ദര്യം തന്നെയാണ്. കുലീനതയിൽ തെല്ല് വികൃതി പോലും കാണിക്കാതെ നിർത്താതെ ഒഴുകുന്ന ഒരു ചെറിയ തെളിനീരുറവയുടെ വെള്ളച്ചാട്ടമെന്നേ പറയാൻ പറ്റൂ. ചുറ്റും കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന പച്ചപ്പും, മരങ്ങൾ കുത്തിനിറച്ച് പക്ഷികൾ കാവലിരിക്കുന്ന ഹരിത മലനിരകൾ, അങ്ങനെ എന്തെല്ലാം. ദൈവത്തിൻ്റെ കുസൃതികളും പ്രകൃതിയുടെ കരുവിരുതും എല്ലാം ഒലിയുടെ കാടിനുള്ളിൽ ഞങ്ങളെയും കാത്തിരിക്കുന്നതായി തോന്നിപ്പോയി. ദൃശ്യസമ്പന്നമായ നിബിഡ വനമാണ് ഒലിയെ സംരക്ഷിച്ചു പോരുന്നത്. കുറച്ചുകാലമായി ഒലിയുടെ ചില ഭാഗങ്ങൾ സൈലന്റ് വാലിയുടെ ബഫർ സോണിനോട് ചേർത്തിട്ടുണ്ട്. ഒരുപാട് സുരക്ഷാ കാരണങ്ങളാൽ പ്രവേശനം തന്നെ പ്രയാസപ്പെട്ടാലാണ് തരപ്പെടുക. കേരളത്തിലെ നിത്യഹരിത വനങ്ങളുടെ സംരക്ഷണം മാത്രം ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കുന്നതോടെ തീർത്തും അത് സാധാരണക്കാരന് കാണാൻ പോലും പറ്റാത്ത നിയമക്കുരുക്കുകളിൽ പെടാറാണ് പതിവ്. അന്യസംസ്ഥാനങ്ങളിലേക്കാളും ഒരുപാട് ജൈവസമ്പത്ത് കാത്തുസൂക്ഷിക്കുന്ന കേരളം വനം, വന്യജീവി, ടൂറിസം വകുപ്പുകൾ ലളിതമായി തന്നെ ഒത്തുചേരുന്നതോടെ ടൂറിസത്തിന്റെ വൻ സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക. വനപർവ്വത്തിൽ പറഞ്ഞതുപോലെ ഭൂമിക്കും ഭാവിക്കും വേണ്ടിയെങ്കിലും.
ഇന്നത്തെ 4x4 നമ്മൾ എത്തിയിരിക്കുന്നത് ഒലിമലയിലാണ്. ഒലിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നിലമ്പൂരിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒലിമല. ഈ ഒലിമലയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ ഒന്നും കൂടി കുറച്ച് നല്ല സ്ഥലമുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഒരു ട്രക്കിങ്ങിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ. കാരണം അത്യാവശ്യം സ്ലിപ്പാവുന്ന ഒരു ഏരിയ ആണ്. എനിവേ എന്തായാലും ഈ ഒരു ഏകദേശം നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാവുന്നതാണ്. കുറച്ചും കൂടി മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിലുള്ള കുറേ വെള്ളച്ചാട്ടം അതിൽ ഇത് കിട്ടുന്നൊരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസാണ് ഇവിടെ നിന്നിട്ടുള്ളത്. മഴക്കാലമായിട്ടാണ് ഇത്രയധികം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം ഏകദേശം കഴിഞ്ഞ് തുടങ്ങുകയാണ്, അതുകൊണ്ടാണ് വെള്ളം ഇത്ര കുറഞ്ഞു വരുന്നത്. ഏകദേശം ആ കാണുന്ന ഏരിയാസിന് മലവെള്ളപ്പാച്ചിൽ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അവിടെ കമ്പി കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപകട സാധ്യത വളരെ കൂടുതലുള്ള ഏരിയാസാണ്. സോ വരുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. ഒരുപാട് സഞ്ചാരികൾ വരുന്നിട്ടുണ്ട്. അവരെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുക്കിങ്ങും മറ്റു കാര്യങ്ങളാണ്. എക്സിബിഷൻ അതുപോലെ ട്രക്കിംഗ് ഏരിയാസ് ഇതിൻ്റെ അപ്പുറത്തേക്കാണ്. പിന്നെ ഇവിടെ പ്രവേശിക്കാൻ ബഫർ സോൺ ഏരിയാസ് ആയതുകൊണ്ട് ഒരുപാട് സുരക്ഷാ കാരണങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പാസ് ചെയ്യാറുണ്ട്. ഏകദേശം നമ്മൾ എത്തിപ്പെടുന്ന മേഖല, അതായത് ഈ ഒരു സറൗണ്ടിങ്സ് നമ്മൾ നോക്കാം. ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്കെടുക്കാം. ശരിക്കും ഇത്തരത്തിലുള്ള ജംഗിൾ സ്പോട്ടിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റ്സ് വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് മൺസൂൺ ടൈമിലൊക്കെ. നമുക്ക് ഷട്ടർ സ്പീഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ശരിക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് DX40 ക്യാമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ലിമിറ്റേഷൻസ് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോയിലും അതിൻ്റെ എഫക്ട്സ് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് വരുന്നുണ്ട്. സോ ഒരു 70 ക്യാം അതിൽ വരുന്ന നല്ല ലെൻസും കാര്യങ്ങളും യൂസ് ചെയ്താൽ ഈ വിഷ്വൽ ഭയങ്കരമായിട്ട് കിട്ടും. കാരണം ഒരുപാട് മിസ്റ്റ് ഏരിയാസ് വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ലെഡ് സെപ്പലിൻ എന്ന് പറഞ്ഞ വെസ്റ്റേൺ ബാൻഡായ അവരുടെ സ്റ്റെയർവേ ടു ഹെവൻ എന്ന് പറഞ്ഞൊരു സോങ്ങാണ്.
ആദ്യമായി 4x4 ഒരു മാപ്പിംഗ് പാതി വഴിയെ നിർത്തുന്നു. മാപ്പിംഗ് റൂട്ടിൽ പെൻഡിംഗ് അണ്ടർലൈൻ ഒലിക്ക് നൽകി മൂവർ സംഘത്തെയും കൊണ്ട് മടങ്ങാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഒലിയുടെ കാഴ്ചകൾ ഒരിക്കൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുമെന്ന ഉറപ്പോടെ 4x4 യാത്ര തുടരുന്നു.